ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കമനീയ കിശോരമുഗ്ധമൂർത്തേ കളവേണു കൊണിതാതൃതാനനേന്ദോ മമ വാചി വിജൃംഭതാം മുരാരേ മധുരിം കണികാപി കാപി കാപി വന്ദേ മദനഗോപാലം രാസലീലാസമുദ്യതം യമുനാപുളിനാവാസം ഗോപീജനസമാവൃതം ഗോപികാ ജീവനസ്മരണം. ഗോവിന്ദ ഗോവിന്ദ. വൃന്ദാവനത്തില് ആ യമുന മാതാവിന്റെ മടിത്തട്ടില് കരഞ്ഞ് കിടക്കുന്നതായിട്ടുള്ള ഗോപികൾക്ക് ഭഗവാൻ അനുഗ്രഹിക്കുന്നതായിട്ടുള്ള രംഗമാണ് ഇനിയുള്ള അധ്യായത്തിൽ കാണാൻ സാധിക്കും. യത്തേ സുജാത ചരണാംബുരുഹം സ്തനേഷു ഭീതാശനൈ പ്രിയദധീമഹി കർക്കശേഷു തേനാടവീമടസി തൽവ്യഥതേന കിം സ്വിൽ കൂർപ്പാദിഭേ ഭ്രമതി ധീർ ഭവദായുഷാം. അവരുടേതായിട്ടുള്ള ദുഃഖം മുഴുവൻ കരഞ്ഞ് 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 എന്തെന്നില്ലാത്ത ഒരു നിർവൃതിയിലേക്ക് അവരെത്തി. ഇനി അവർക്ക് കരയാൻ പോലും ആരോഗ്യമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തി. അവസാനം അവരുടെ ഓരോ സൗഭഗ മതങ്ങള് ഇഞ്ചിഞ്ചായിട്ട് ഓരോന്നോരോന്നായിട്ട് ഇല്ലാതെയായി അവസാനം പറഞ്ഞു, ഹേ കണ്ണ, ഞങ്ങൾക്ക് അവിടുത്തെ കാണണമെന്നോ അവിടുത്തെ ആലിംഗനം ചെയ്യണമെന്നോ അങ്ങ് തന്നതായിട്ടുള്ള ഈ അധരാമൃതം വീണ്ടും ഞങ്ങൾക്ക് ആഗ്രഹിക്കണമെന്നോ ഒന്നും ഞങ്ങൾക്ക് മോഹമില്ല. അവിടുത്തെ ആ സുജാത ചരണാം പുരുഹം, അതികോമളമായിട്ടുള്ള ആ തൃപാദങ്ങള് ആശ്രയിക്കുന്നവർ എത്രയോ ആളുകളാണ്. അപ്പൊ ആ ഭഗവാന്റെ തൃപ്പാദങ്ങളില് ഉള്ള ഓരോ കോശങ്ങൾ പോലും, അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള ഒരു വസ്തു, ഒരു അണു പോലും എന്താണ് ഏറ്റവും ആശ്രയത്തിന് കാരണമായിട്ടുള്ള ഒരു വസ്തുവാണത്. അതുകൊണ്ട് ആ ചരണാംപുരുഹങ്ങൾ പോലും ഞങ്ങൾ കണ്ണനെ എടുക്കുന്ന സമയത്ത് അല്ലെ, 7 വയസ്സ് പ്രായമായിട്ടുള്ള കണ്ണനെ എടുക്കുമ്പോൾ നമ്മളൊക്കെ കുട്ടികളെയൊക്കെ എടുത്ത് ഇങ്ങനെ പൊക്കി നിർത്തും എന്ന് പറഞ്ഞ പോലെ ആ ഗോപികമാര് പറയാണ്, നീ ഞങ്ങളുടെ മാറത്തേക്ക്, ഞങ്ങളുടെ സ്ഥലങ്ങളിലേക്ക് വന്ന് നിന്റെ പാദങ്ങൾ അങ്ങോട്ട് വെക്കുമ്പോൾ പോലും ഞങ്ങള് ഒന്ന് സൂക്ഷിക്കാറ് പതിവുണ്ട് അല്ലെ. നമ്മൾ ഏറ്റവും മാർദ്ദവമായിട്ടുള്ള രീതിയിലാണ് പറയാറ് സ്ഥലങ്ങള്. പക്ഷെ ആ മാർദ്ദവമായിട്ടുള്ള സ്ഥലങ്ങളിൽ പോലും നിന്റെ പാദങ്ങൾ വെക്കുമ്പോൾ നിന്റെ കാലുകൾക്ക്, നിന്റെ പാദങ്ങൾക്ക് എന്തേലും തട്ടി വേദനിക്കുമോ എന്നുള്ള ഒരു ഭയം ഞങ്ങളുടെ ഉള്ളിൽ എപ്പോഴും തോന്നാറുണ്ട്. അങ്ങനെയുള്ള ഹേ കണ്ണ, ഭീതാശനൈ പ്രിയദധീമഹി കർക്കശേഷു, അങ്ങനെ കർക്കശമായിക്കൊണ്ട് ഞങ്ങള് സൂക്ഷിക്കാറുള്ള ആ നിന്റെ തൃപ്പാദങ്ങള് എല്ലാവർക്കും ആശ്രയം നൽകുന്നതായിട്ടുള്ള, സന്തോഷം മാത്രം, ആ മനോഹാരിത മാത്രം നൽകുന്നതായിട്ടുള്ള ആ തൃപാദങ്ങൾക്ക്, ആ പാദങ്ങള് ഇപ്പോതാ എങ്ങനെയാണ്, തേനാടവി മടസിതൽ വ്യഥതേന കിംസിൽ. അടവി എന്ന് പറഞ്ഞാൽ കാട്. ഇങ്ങനെയുള്ള കൊടും വനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ എന്താണ്, അവദായുഷാം, അവിടെ മൂർച്ചയുള്ള കല്ലിലും മണ്ണിലും തട്ടി അവിടുത്തെ ആ പാദങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, വിഷമങ്ങൾ വന്നു കഴിഞ്ഞാല് ഞങ്ങൾക്ക് സഹിക്കില്ല കണ്ണ. അങ്ങനെ ആലോചിച്ച് ദാ ഊർപ്പാദ്വിർ ഭ്രമതിധീർ ഭവദായുഷാം, ഞങ്ങളുടെ ബുദ്ധി, ഈ പ്രാണനോട് കൂടിയതായിട്ടുള്ള ഞങ്ങളുടെ മനസ്സ് വല്ലാണ്ട് ഇന്ന് പെടയുന്നു. ഹേ കണ്ണ, അതുകൊണ്ട് വേഗം
ഞങ്ങളുടെ ഈ ദുഃഖം ഒന്ന് മാറ്റി തന്നാ മതി. ഞങ്ങൾക്ക് അവിടുത്തെ കാണണമെന്നോ അവിടുത്തെ തൃപ്പാദങ്ങളിൽ നമസ്കരിക്കണമെന്നോ ഒന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അവിടുന്ന് സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത്. അവിടുന്ന് ഈ കാട്ടിൽ കിടന്ന് ബുദ്ധിമുട്ടുണ്ടെന്നുള്ള തോന്നല് ഞങ്ങളുടെ ഉള്ളിൽ വന്ന് പെട്ടുപോയി. അത് അപ്പം ഞങ്ങളുടെ ഉള്ളിൽ വന്ന് പെട്ടത് എന്തുകൊണ്ടാണ്? ഈ പറഞ്ഞതായിട്ടുള്ള പൊട്ടബുദ്ധി ചെറിയതായിട്ട് ഈ ഗോപികമാരുടെ ഉള്ളിലും വന്നു, അല്ലെ? ഈ കുറ്റാക്കൂരി, ഇരുട്ടോ, കാടോ, ഇതെല്ലാത്തിനും ആധാരാരാണ്? ഇതൊക്കെ ആരാണ് സൃഷ്ടിച്ചത്? ഇതൊക്കെ സൃഷ്ടികർത്താവായിട്ടുള്ള ആ ഗുരുവായൂരപ്പനാണെങ്കിൽ ആ ഗുരുവായൂരപ്പന് പിന്നെ അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട വിഷയമുണ്ടോ? പക്ഷെ ചില സമയങ്ങളില് ഈ നമ്മളുടെ ഉള്ളിലും വന്ന് ചേരുന്നതായിട്ടുള്ള ഈ ഒരു മതം, ഈ ഒരു എന്താണ് താനാണ് എന്നുള്ളൊരു തോന്നൽ വരുമ്പോഴേക്കും അതുണ്ടെങ്കിൽ ഹേ കണ്ണ, അതൊന്നും ഞങ്ങൾക്ക് മാറ്റി തരിക. ഞങ്ങളുടെ ഉള്ളിൽ ഇന്ന് വന്നു കൂടിയിട്ടുള്ള ഈ ഒരു മാലിന്യങ്ങളെ ഒന്ന് മാറ്റുവാൻ വേണ്ടി കാണണേ എന്ന് കരഞ്ഞുകൊണ്ട് അവരിതാ ആ മടുത്തിട്ടിൽ കടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ ഭഗവാൻ പറയുകയാണ്, ഇതിഗോപ്യ പ്രഗായന്ത്യ പ്രലപന്ത്യശ്ച ചിത്രധാ രുരുദു സുസ്വരം രാജൻ കൃഷ്ണദർശനലാലസാഹ. നോക്കൂ, ഏറ്റവും നല്ല സ്വരം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് പറയുന്നത്, സുസ്വരം. സ്വരം എന്ന് മാത്രം പറഞ്ഞാൽ പോലെ നല്ല സ്വരത്തോടുകൂടി അവര് കരഞ്ഞു എന്ന് പറയാണ്. ഇതാണ് യഥാർത്ഥത്തിലുള്ള കരച്ചില്, ഇതാണ് യഥാർത്ഥത്തിലുള്ള സംഗീതം. സംഗീതം എന്ന് പറയുന്നതാണ് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് അല്ലെ എത്തിച്ചേരുമ്പോ ആനന്ദിപ്പിക്കുവാൻ വേണ്ടി എത്തിച്ചേരുന്ന സ്വരങ്ങളുടെ ഒരു കൂട്ടമാണ് ശരിക്കും സംഗീതം. ഈ സംഗീതത്തിലെ ഏറ്റവും നല്ല സ്വരം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുകയാണെങ്കിൽ ദാ ഈ ഗോപികമാരുടെ സ്വരമാണ് സ്വരം എന്ന് പറയാണ് അവിടെ. എങ്ങനെ? രുരുദു സുസ്വരം രാജൻ. അവരുടെ ആ കരച്ചിൽ കൊണ്ട് ഇങ്ങനെ ആ ഭഗവാന്റെ ആ ദർശനത്തില് താല്പര്യത്തോടു കൂടി കൊണ്ട് ഗോപികമാര് അവർ പല പ്രകാരത്തില് അല്ലെ പ്രലപന്ത്യശ്ച ചിത്രധ, പ്രഗായന്ത്യ പ്രലപന്ത്യശ്ച ചിത്രധ, പല പ്രകാരത്തിലെ ഉച്ചത്തിൽ അവരിതാ കരഞ്ഞു എന്ന് പറയാണ്. ആ സുസ്വരത്തോടു കൂടി അവർ കരഞ്ഞു. അങ്ങനെ അതിന്റെ ആ ഉച്ചസ്ഥായിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഭഗവാൻ പിന്നെ എന്തായി? ഭഗവാൻ ഈ കണ്ണന്റെ ആ ഗോപികമാരുടെ മുമ്പിലേക്ക് വരാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തി. അവിടെ എങ്ങനെയാണോ ഹിരണ്യകശിപു അല്ലെ തന്റെ ആ മൂർധന്യാവസ്ഥയിലേക്കുള്ള തപസ് എത്തിയപ്പോഴേക്കും ബ്രഹ്മാവിന് പ്രത്യക്ഷപ്പെടാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം എത്തിയതുപോലെ തന്നെ ഇവിടെ ദാ കണ്ണൻ അവരുടെ ആ രോദനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഗോപികളുടെ മധ്യത്തില് മന്ദഹാസം നിറഞ്ഞതായിട്ടുള്ള ആ മുഖപങ്കജത്തോടുകൂടി പീതാംബരം ധരിച്ചുകൊണ്ട് സാക്ഷാൽ മന്മഥ സ്മയമാന മുഖം ഭുജ, ആ മന്ദസ്മരവദനായിക്കൊണ്ട് ഭഗവാൻ ആ മഞ്ഞപ്പെട്ട് ധരിച്ചുകൊണ്ട് മാലകൾ അണിഞ്ഞുകൊണ്ട് സാക്ഷാൽ കാമദേവന് പോലും കാമത്തെ ജനിപ്പിക്കുന്ന കൃഷ്ണനായിക്കൊണ്ട്, അതാണ് മന്മഥൻ. കാമദേവൻ തന്നെ ഏറ്റവും വലിയ കാമത്തെ കാമത്തിന് നമ്മൾ സൗന്ദര്യമാണ്. ആ കാമദേവൻ പോലും മോഹിപ്പിക്കുന്ന കാമദേവനായിക്കൊണ്ട് മന്മഥനായിക്കൊണ്ട് ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയാണ്. എന്തായാലും ആ മണൽത്തട്ടിൽ ഇരിക്കുന്നതായിട്ടുള്ള അബലകളായിട്ടുള്ള ഗോപികമാര് അവിടെ ആ വന്നതായിട്ടുള്ള കണ്ണനെ കണ്ടതോടുകൂടി എന്തെന്നില്ലാത്ത ഒരു ആഹ്ലാദം, അല്ലെങ്കിൽ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അവർക്കറിയില്ല. ഇത്രയും നേരം എന്താണ് കുഹക തക്ഷ അല്ലെ, ഒരു കള്ള, ഞങ്ങളെയൊക്കെ പറ്റിച്ചിട്ട് പോയ ഹൃദയ ചോരൻ അല്ലെ, അതുപോലെ ഞങ്ങളുടെ എല്ലാത്തിനെയും വിട്ട് ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും നേരവും അല്ലെ മനസ്സിന്റെ വിഷമങ്ങളെ കൊണ്ട് ചീത്ത വിളിച്ചതായിട്ടുള്ള അല്ലെങ്കിൽ പരിഭവിച്ചതായിട്ടുള്ള ആ കണ്ണനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് എന്തെന്നില്ലാത്ത എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവര് ആ സർവാസ്തന്വപ്രാണമിവാഗതം ഉത്തസ്ഥുർയുഗവൽ സർവാസ്തന്വ പ്രാണ ഇവാഗതം. കണ്ണുകളോടുകൂടി നഷ്ടപ്പെട്ടതായിട്ടുള്ള ആ പ്രാണൻ എങ്ങനെയാണോ തിരിച്ചു കിട്ടിക്കഴിഞ്ഞാല് ഉണ്ടാകുന്ന സന്തോഷം, അതേപോലെയാണ് ഇപ്പൊ ഇന്ന് ഇവരുടെ ഉള്ളിൽ നിന്നും നഷ്ടപ്പെട്ടതായ ഒരു അവയവം നഷ്ടപ്പെട്ടിട്ട് ആ അവയവം തിരിച്ചു കിട്ടുന്നത് പോലെയായി ഇപ്പൊ കണ്ണനെ. കണ്ണൻ അവരുടെ ഉള്ളിലുള്ള ഒരു അവയവമായിരുന്നു ശരിക്ക്. ഇന്നിപ്പം ആ അവയവത്തെ തിരിച്ചു ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. അവരെല്ലാവരും പെട്ടെന്ന് എന്ത് ചെയ്തു? അവിടെ ആ ശരീരത്തിൽ തിരിച്ചു കിട്ടിയതായിട്ടുള്ള രീതിയിൽ അവര്
വേഗം എല്ലാരും കൂടി ഒരുമിച്ച് അങ്ങോട്ട് എഴുന്നേറ്റ് നിന്നോടെ കാജിൽ കരാംബുജം ശൗരേ ജഗൃഹേഞ്ജലിനാമുദ കാജിദ്ധാരതൽബാഹുമംസേ ചന്ദനരൂഷിതം. പിന്നെ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവിടെ കണ്ണന് ഓരോരുത്തര് ചിലർ ചെന്ന് ആ കണ്ണന്റെ തൃപാദങ്ങള് അവിടുന്ന് തലോടി കൊടുക്കുന്നു. പിന്നെയോ ചിലര് ചന്ദനം പൂശി കൊടുക്കുന്നു. ഇങ്ങനെ അതുപോലെ തന്നെ ചിലര് ആ ഭഗവാന്റെ ആ ഇടത്തെ കവിളത്ത് ഇങ്ങനെ കൈവച്ചു ഇങ്ങനെ ഇതാക്കുന്നു. അപ്പൊ കണ്ണനെ കിട്ടുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് കാജി അഞ്ജലിനാഗൃഹാൽ അഗൃഹാൽ തന്വീ താമ്പൂല ചർവിത, ചിലര് താമ്പൂല ചർവണത്തിനായിട്ട് ഭഗവാന് കൊണ്ടു കൊടുക്കുന്നു. രണ്ട് കൈകളും കൂപ്പിക്കൊണ്ട് ഭഗവാന്റെ അടുത്ത് ഒന്നും ചെയ്യാനില്ല. ഇത്രയേ ഉള്ളൂ, കണ്ണാ നിന്റെ മുമ്പിൽ ഇങ്ങനെ കൈകൂപ്പി നിൽക്കാനേ സാധിക്കുന്നുള്ളൂ അവിടെ. അങ്ങനെ ആ പാദകമലത്തെ എടുത്ത് തന്റെ സ്തനങ്ങളോട് ചേർത്ത് വെക്കുന്നു ചിലര്. ഏകാ ഭൃഗുടിമാബധ്യ പ്രേമ സംരംഭ വിഹ്വല ഘ്നദീവൈഷൽ കടാക്ഷേപൈ സന്ദഷ്ടദശനച്ഛദ. ചിലരെന്താണ് അവിടെ തങ്ങളെ ഉപേക്ഷിച്ചു പോയതായിട്ടുള്ള ആ കാന്തനോടുള്ള ഒരു പ്രണയവിരഹം അല്ലെങ്കിൽ ആ കോപാവേശം നിമിത്തം പരവശയായിക്കൊണ്ട് ആ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചൊന്ന് നോക്കുക. കണ്ണനെ സംബന്ധിച്ചിടത്തോളം ഇത് എന്തെങ്കിലും ബാധിക്കുന്നുണ്ടോ? ഇല്ല. അപ്പം ആ ക്ഷോഭത്തെ പുറത്ത് കാണിക്കുവാനായിക്കൊണ്ട് ആ പുരികമൊക്കെ ഒന്ന് വളച്ച് ചുണ്ടുകളൊക്കെ ഒന്ന് കടിച്ചമർത്തി ആ ഉണ്ടക്കണ്ണുകൊണ്ട് കണ്ണനെ ഒന്ന് നോക്കുക. എന്തെങ്കിലും തന്റെ മനസ്സിലേക്ക് കണ്ണനെ സംബന്ധിച്ചിടത്തോളം ഇത് വല്ലതും അവിടെ ബാധിക്കുന്നുണ്ടോ? ഇല്ല. അപരാനിമിഷദൃഗ്ഭ്യാം ജുഷാണാതന്മുഖം ഭുജം ആപീതമഭിനാതൃപ്യ സന്തസ്തച്ചരണം യഥാ. പിന്നെയോ മറ്റൊരാളെങ്ങനെയാണ് ഭഗവാന്റെ ആ സൗന്ദര്യ രൂപമായിട്ടുള്ള ആ മകരന്തം കണ്ണുകളാകുന്ന ആ പാനപാത്രങ്ങളെ കൊണ്ട് കോരി കുടിച്ചു എന്നാ പറയുക. അതായത് ഈ നമ്മുടെ കണ്ണുകൾ എന്ന് പറഞ്ഞാൽ അത് കോരിക്കുടിക്കു തേനൊഴിക്കുന്ന ഒരു പാത്രം പോലെ മകരന്തമാകുന്ന കണ്ണുകള്. വണ്ടുകൾ എങ്ങനെയാണോ പൂക്കളിൽ നിന്ന് തേൻ നുകരുന്നത് അതേപോലെ ആ ഭഗവാന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി 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 നിന്നുകൊണ്ട് തൃപ്തിയാകാതെ അത് മുഴുവൻ കോരി കുടിച്ചുകൊണ്ടും പിന്നെയോ എന്തൊക്കെ സേവ ചെയ്താലാണോ എന്തൊക്കെ ചെയ്തു കൊടുത്താലാണോ ഭഗവാൻ തൃപ്തിയാകുക, അങ്ങനെ തൃപ്തരാകാത്ത ഭൃത്യൻ യജമാനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് പോലെ അല്ലെ. അവിടെ അതാണ് ആപീതമപി നാതൃപ്യ സന്തസ്തരണം യഥാ. അപ്പം തൃപ്തരാകാത്ത ഒരു ഭൃത്യൻ യജമാനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് എന്തൊക്കെയാണ് താൻ ചെയ്യേണ്ടത് എന്നെന്ന് പറഞ്ഞ പോലെ നിൽക്കുന്നത് പോലെ കണ്ണിമിക്കാതെ അവിടെ ഭഗവാന്റെ അടുത്ത് നിൽക്കുന്നു. തം കാജിന്നേത്രരന്ധ്രേണ ഹൃദി കൃത്യ നിമീല്യജ പുളകാങ്കുപഗുഹ്യാസ്തേ യോഗീവാനന്ദ സംപ്ലുത. എന്നാ ഇനി വേറൊരാളെങ്ങനെയാണ്? ഗോപി എങ്ങനെയാണ്? തന്റെ നേത്രദ്വാരത്തിൽ കൂടി കൃഷ്ണനെ ഹൃദയത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിപ്പിച്ചു. നോക്കി 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 നമ്മൾ പറയല്ലേ, അയ്യോ തുറപ്പിച്ച് അങ്ങോട്ട് നോക്കുക എന്ന് പറയില്ലേ, അങ്ങനെ തുറപ്പിച്ച് നോക്കിക്കൊണ്ട് ആ ഭഗവാന്റെ രൂപത്തെ മുഴുവൻ ആ കൃഷ്ണമണിയിലൂടെ ഉള്ളിലൂടെ കൊണ്ടുവന്ന് ആ ഹൃദയത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിപ്പിച്ച് കണ്ണടച്ച മനസ്സുകൊണ്ട് ആ കണ്ണനെ അങ്ങോട്ട് ആലിംഗനം ചെയ്തു എന്നാണ് പറയാ. ആ തന്റെ ഹൃദയത്തിലേക്ക് കയറ്റിയതായിട്ടുള്ള കണ്ണനെ ആലിംഗനം ചെയ്ത് രോമാഞ്ചമണിയിച്ചു. തം കാജിൻ നേത്രരന്ധ്രേണ ഹൃദികൃത്യ നിമീല്യച പുളകാങ്കുപഗുഹ്യാസ്തേ യോഗീവാനന്ദ സംപ്ലുത. ഇങ്ങനെ ധ്യാന സമർത്ഥനായിക്കൊണ്ടുള്ള ഒരു യോഗി എങ്ങനെയാണോ ആ ഏകാന്ത ചിത്തത്തില് ആ ഭഗവാൻ ദർശനത്തിന്റെ പരമാനന്ദം അനുഭവിക്കുന്നത് എങ്ങനെയാണോ അതേപോലെ ആ ഗോപി തന്റെ ആ ഹൃദയകമലത്തിൽ ഇപ്പൊ നമ്മളിതാ ഭാഗവതോപാസനയിൽ രാവിലെ നമ്മളെ കണ്ണനെ അല്ലെ നമ്മളുടെ ആ ഹൃദയമാകുന്ന ശ്രീകോവിലേക്ക് ചേർത്ത് വെച്ചതുപോലെ ഗോപി എന്ത് ചെയ്തു? ആ കണ്ണുകളെ കൊണ്ട് സാരൂപ്യത്തെ കൊണ്ട് തന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് ധ്യാനത്തിലേക്ക് ഇരുന്നു എന്ന് പറയാണ്, ആലിംഗനം ചെയ്തു എന്ന് പറയാണ്. സർവാസ്താ കേശവാലോക പരമോത്സവ നിർവൃതാഹ ജഹുർവിരഹജം താപം പ്രാജ്ഞം പ്രാപ്യേഥാ ജനാഹ. അങ്ങനെ അവരെല്ലാവരും ആ കണ്ണന്റെ സാരൂപ്യത്തിന് പാത്രീഭൂതരായിക്കൊണ്ട് അവിടെ ആ സുഖാനുഭൂതി ഉള്ളവരായിക്കൊണ്ട് താപത്രയങ്ങളിൽ നിന്ന് ദുഃഖിക്കുന്നതായിട്ടുള്ള ജനങ്ങള് സുഷുപ്തിയില് ഈ ദുഃഖങ്ങളെല്ലാം
എല്ലാം വിസ്മരിക്കുന്നത് പോലെ അല്ലെ. സുഷുപ്തി എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും എന്താണ്, സ്വപ്നം പോലും ഇല്ലാതെ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന നമുക്ക് കിട്ടുന്നതായിട്ടുള്ള ഒരു ആനന്ദം. ആ സമയത്ത് ഇനിയിപ്പോ ഇവിടെ എവറസ്റ്റ് മല താഴെ വീണ പോലും നമ്മൾ അറിയുന്നില്ല. അതുപോലെ ആ ഒരു നിസ്സംഗ അവസ്ഥയിലിരിക്കുന്ന ആ ദുഃഖങ്ങളെല്ലാം വിസ്മരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരവസ്ഥ, ഭഗവാന്റെ ആ വിരഹം കൊണ്ടുണ്ടായതായിട്ടുള്ള എല്ലാ ദുഃഖവും അവരിൽ നിന്ന് ഉപേക്ഷിച്ചു. ഇപ്പം കിട്ടുന്നതായിട്ടുള്ള ഒരു ആനന്ദ നിർവൃതിയിൽ അവരിയ്ക്കുന്നു. താഭിർ വിധുത ശോകാഭിർ ഭഗവാൻ അച്യുതോ വ്രത വ്യരോചതാധികം താത പുരുഷ ശക്തിഭിർയത. അതുകൊണ്ട് ഹേ കുഞ്ഞെ, ഈ ദുഃഖത്തെ ഉപേക്ഷിച്ചതായിട്ടുള്ള ഗോപികളാൽ ചുറ്റപ്പെട്ടതായിട്ടുള്ള ആ ഭഗവാൻ അച്യുതനായിക്കൊണ്ട് അല്ലെ, സത്വാദി ഗുണങ്ങളാൽ ചുറ്റപ്പെട്ടതായിട്ടുള്ള പരമാത്മാവിനെ പോലെ ഭഗവാൻ അവരുടെ മുമ്പിൽ ശോഭിച്ചു എന്ന് പറയാണ്. എന്തായാലും സർവസമർത്ഥനായിട്ടുള്ള ആ ഭഗവാൻ ഗോപികളെ ഒക്കെ കൂട്ടിക്കൊണ്ട് വിരിഞ്ഞു നിൽക്കുന്ന കുന്തമന്ദാരങ്ങള്, ധാരാളം പുഷ്പലതാദികള് അവിടെ വിരിഞ്ഞു നിൽക്കൊണ്ട് അതിൻ്റെയൊക്കെ ഗന്ധം കൊണ്ട് സുരഭിലമായിട്ടുള്ള മന്ദമാരുതനോടുകൂടി വണ്ടുകള് മൂളിപ്പറക്കുന്നതും ശരൽക്കാലത്തെ ചന്ദ്രകിരണങ്ങളാല് അന്ധകാരം മുഴുവൻ ഇല്ലാണ്ടാക്കിക്കൊണ്ട് അല്പം പോലും ഒരു ഇരുട്ട് പോലും അവിടെ ബാധിക്കാത്ത രീതിയിൽ അങ്ങനെ ആ നീലിമയുടെ പ്രകാശത്തിൽ അതിസുഖകരമായിട്ടുള്ള ആ യമുനയുടെ മഴൽത്തട്ടിലേക്ക് ഭഗവാൻ ആ ഗോപികമാരുടെ ചുറ്റുമായിക്കൊണ്ട് നടുക്ക് പ്രശോഭിച്ചു അവിടെ. അങ്ങനെ യമുനയുടെ കൈകൾ പോലെ ഇളകിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ യമുനയുടെ തിരമാലകള് മൃദുവായിക്കൊണ്ട് ആ മണൽത്തരികളിലൂടെ ആ എല്ലായിടങ്ങളിലേക്കും പരന്ന് എല്ലാവരെയും ചെന്ന് ഒന്ന് തൊട്ട് സന്തോഷിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള ആ രംഗം. തദ്ദർശനാഹ്ലാദ വിധൂത ഹൃദ്രുജോ മനോരഥാന്തം ശ്രുതയോ യഥായയോ സ്വൈരുത്തരീയൈ കുജകുങ്കുമങ്കിതൈരജീക്ലപന്നാസനമാത്മബന്ധവേ. ഭഗവാന്റെ ദർശനം കിട്ടിയതായിട്ടുള്ള പരമസന്തോഷത്തോടുകൂടി മനോദുഃഖങ്ങളെല്ലാം നിർമൂലം മാറ്റിക്കൊണ്ട് സന്തോഷം മാത്രം, ആനന്ദം മാത്രം മനസ്സിൽ ധരിച്ചതായിട്ടുള്ള ഗോപികള് അവര് ആ കർമ്മങ്ങളിൽ കിടന്ന് ഉഴലുന്നതായിട്ടുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ന് ഈശ്വര സാക്ഷാത്കാരം ലഭിച്ച നിമിത്തം ശ്രുതികൾ സന്തോഷിപ്പിക്കുന്നത് പോലെ, ശ്രുതികൾ ഭഗവാനെ കുറിച്ച് പറയുന്നത് പോലെ ഇവിടെ ആ ഭഗവാന്റെ സാമീപ്യം അവരെല്ലാവരുടെയും മനസ്സിനെ സന്തോഷിപ്പിച്ചോടെ തങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നതായിട്ടുള്ള പല വിധത്തിലുള്ള മനോരഥങ്ങള് ഇന്ന് ഭഗവാൻ സാധിപ്പിച്ചു തന്നതിലുള്ള ഒരു സന്തോഷം, ആ ആത്മബന്ധുവിന് ഇരിക്കാനായിട്ട് അവരുടെ കുചങ്ങളിൽ ധരിച്ചതായിട്ടുള്ള കുങ്കുമത്തോട് കൂടിയിട്ടുള്ള അടയാളപ്പെടുത്തപ്പെട്ടതായിട്ടുള്ള ആ ഉത്തരീയം അവിടെ നിലത്ത് വിരിച്ചു. അവരുടെ മാറിലണിഞ്ഞതായിട്ടുള്ള ആ വസ്ത്രം, അവര് അതിലെന്താണ് കുങ്കുമപ്പൂ സ്പരിച്ചിട്ടുണ്ട്. ആ കുങ്കുമപ്പൂ സ്പരിച്ചതായിട്ടുള്ള വസ്ത്രങ്ങള് ഒക്കെ അവിടെ വിരിച്ചു വെച്ചു. തത്രോപവിഷ്ടോ ഭഗവാൻ സ ഈശ്വരോ യോഗേശ്വരാന്തർഹൃതി കൽപ്പിതാസന ചകാസ ഗോപീ പരിഷൽഗതോക്ഷിതസ്ത്രൈലോക്യലക്ഷ്മ്യേകപദം വപുർദധർ. എന്തായാലും സർവേശ്വരനും ഭഗവാനും യോഗികളുടെ ഈ ഹൃദയകമലത്തിൽ അല്ലെങ്കിൽ ഹൃദയത്തിന്റെ മധ്യത്തിൽ കൽപ്പിക്കപ്പെട്ടതായിട്ടുള്ള ആസനത്തോടുകൂടി ഇരിക്കുന്നവനാണെങ്കിൽ പോലും ഗോപികള് വിരിച്ചതായിട്ടുള്ള അവരുടെ ആ ഉറുമാലില് ആ ഉപവിഷ്ടനായിക്കൊണ്ട് അവർ നൽകിയതായിട്ടുള്ള താമ്പൂലാദികൾ ഒക്കെ സ്വീകരിച്ച് പൂജകളൊക്കെ സ്വീകരിച്ചുകൊണ്ട് ഇന്ന് ത്രിഭുവനങ്ങളെ മുഴുവൻ ത്രൈലോക്യലക്ഷ്മി ഏകപദം അല്ലെ, 3 ലോകത്തിലും നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള സൗന്ദര്യ ലക്ഷ്മിക്ക് ഇന്ന് ഏകാശ്രയമായിരിക്കുന്ന ആ ശരീരത്തെ ധരിച്ചിട്ടുള്ള ഭഗവാൻ, അങ്ങനെയുള്ള ഭഗവാൻ ആ ഗോപികളുടെ മുമ്പിൽ ശോഭിച്ചു. തന്റെ ശരീരത്തെ അവിടുന്ന് കാണിച്ചു. സഭാജയിത്വാതമനംഗദീപനം സഹാസ ലീലേക്ഷണ വിഭ്രമ ഭ്രുവാ സംസ്പർശനേനാംഗഹൃതംഘ്രിഭസ്തയോ സംസ്തുത്യൈഷൽ കുപിതാ വിഭാഷിരേ. പിന്നെ ഭഗവാൻ എന്താണ്
തൻ്റെ ആ ഉണ്ടക്കണ്ണുകളെ കൊണ്ട് അല്ലെ ആർദ്രമായിട്ടുള്ള ഭഗവാന്റെ നോട്ടം അല്ലെ. നമ്മൾ വിചാരിക്കും, നമ്മൾ ചില ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കറിയാം നമ്മളെ ആണോ നോക്കുന്നത് എന്ന് തോന്നും അല്ലെ. ചില ചിത്രങ്ങളൊക്കെ എന്ന് പറഞ്ഞ പോലെയാണ്, ഏത് കോണിൽ നിന്ന് ഗോപികമാർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മാത്രമാണ് ഭഗവാൻ നോക്കുന്നത്. അങ്ങനെയുള്ള കടാക്ഷങ്ങളെ കൊണ്ടും ആ സാമീപ്യങ്ങളെ കൊണ്ടും ഒക്കെ തൻ്റെ ഉള്ളില് ആ കാമത്തെ അല്ലെങ്കിൽ മന്മഥനെ ഉജ്ജ്വലിപ്പിക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ ആ മൃദുലമായിട്ടുള്ള കരപല്ലവങ്ങള് കൈകാലുകളൊക്കെ ആ മടിയിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് മൃദുലമായി കൊണ്ട് ഗോപികമാരൊക്കെ തലോടാൻ തുടങ്ങി. എന്നിട്ടോ പുഞ്ചിരിയോടുകൂടി ആ അവിടുത്തെ ലീലാകടാക്ഷത്തോടുകൂടി നന്നായി വേണ്ട രീതിയിൽ ഭഗവാനെ അവര് പൂജിച്ചു, സൽക്കരിച്ചു. മന്ദഹാസം ചെയ്തുകൊണ്ട് പുരികക്കൊടികൾ അല്പം ഒന്ന് വളച്ച് ഉള്ളിലുള്ള കോപത്തെ ലഘുവായി പ്രകാശിപ്പിച്ചുകൊണ്ട് ഭഗവാനോട് ചോദിച്ചു, കണ്ണ, എന്തിനായിരുന്നു ഇത്രയും കാലം ഞങ്ങളെ ഇങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിച്ചത്? ഗോപ്യ ഊജോ ഭജതോനുഭജന്ത്യേക ഏക ഏതദ്വിപര്യം നോഭയാംശ്ച ഭജന്ത്യേക ഏതന്നോ ബ്രൂഹി സാധുഭോഹേ. ഗുരുവായൂരപ്പ, കണ്ണ, ഈ ലോകത്തില് ചില ജനങ്ങൾ എങ്ങനെയാണ് തങ്ങളെ സേവിക്കുന്നവരെ അങ്ങോട്ടും സേവിക്കുന്നു അല്ലെ. ആരാണോ തന്നെ സേവിക്കുന്നത് അവരെ അങ്ങോട്ട് സ്നേഹിക്കുന്നു. എന്നാൽ ചിലരങ്ങനെയല്ല. ചിലരെന്താണ്, ഇതിന് വിപരീതമായിട്ടാണ്. തങ്ങളെ ഭജിക്കുന്നുണ്ടെങ്കിലും അങ്ങോട്ട് ഭജിക്കുന്നില്ലെങ്കിലും അങ്ങോട്ട് ഭജിക്കുന്നു അല്ലെ. ഭജന്തോന് ഭജന്ത്യേക ഏക ഏതത് വിപര്യം. ചിലര് തന്നെ സ്നേഹിക്കുമ്പോൾ തിരിച്ചു സ്നേഹിക്കുന്നു. അങ്ങനെ ഒരു കൂട്ടർ ആൾക്കാര്. പിന്നെ ചിലരെങ്ങനെയാണ്, ചിലർ അങ്ങോട്ട് സ്നേഹിക്കും, ഇങ്ങോട്ട് സ്നേഹിച്ചില്ലെങ്കിലും അങ്ങോട്ട് സ്നേഹിക്കുക. അങ്ങനെ ഒരു ചില ആൾക്കാര്. പിന്നെയോ നോഭയാംശ ഭജന്ത്യേക ഏതെന്നോ ബ്രൂഹി സാധുഭോഹോ. എന്നാൽ അവിടെ മറ്റു ചിലർ അങ്ങനെയല്ല. രണ്ട് കൂട്ടരെയും, അതായത് ഈ ഭജിക്കുന്നവരായാലും ഭജിക്കാത്തവരായാലും അവരെ ആരെയും ഭജിക്കുന്നില്ല അവിടെ. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഒന്ന് വിശദീകരിച്ചു തരുമോ എന്ന് കണ്ണനോട് പറഞ്ഞു. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ കണ്ണനോട് പറഞ്ഞത്? കാരണം ഇത്രയും കാലം ഞങ്ങളെല്ലാം വിട്ട്, ഞങ്ങളുടെ ഭർത്താക്കന്മാരെയും ഞങ്ങളുടെ മക്കളെയും ഒക്കെ വിട്ട്, ഹേ കണ്ണ, അവിടുന്നാണ് ആശ്രയം എന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് സർവ്വതും സമർപ്പിച്ചുകൊണ്ട് നിന്റെ അടുത്തേക്ക് വന്നപ്പോഴത്തേക്കും ഞങ്ങളെ ഉപേക്ഷിച്ചു ഓടുന്നു അല്ലേ. അപ്പൊ 3 രീതിയിലുള്ള സ്നേഹമാണ്. ഒന്ന്, അങ്ങോട്ട് സ്നേഹിക്കുമ്പോൾ ഇങ്ങോട്ട് സ്നേഹിക്കുന്നു. ഇനി ഇങ്ങോട്ട് സ്നേഹിച്ചില്ലെങ്കിലും അങ്ങോട്ട് സ്നേഹിക്കുന്നു. ഇനി മൂന്നാമത്തെ എങ്ങനെയാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, ആരോടും പ്രത്യേകിച്ച് സ്നേഹം ഇല്ലാത്ത ഒരവസ്ഥ. ഭഗവാൻ അവിടുന്ന് പറഞ്ഞു, മിഥോ ഭജന്തിയേ സഖ്യ സ്വാർത്ഥൈകാന്ത്യോദ്യമാഹിതേ തത്ര സൗഹൃദം ധർമ്മ സ്വാർത്ഥാർത്ഥം തഥിനന്യഥ. ഗോപികമാരെ സഖികളെ എന്നാണ് അവർ ഭഗവാൻ പറയുക. പരസ്പരം അല്ലെ ഉപകാരം ആഗ്രഹിച്ചുകൊണ്ട്, ഉപകാരം മറ്റൊരാൾക്ക് ഉപകാരം ചെയ്താൽ തിരിച്ചു തനിക്ക് പ്രത്യുപകാരം ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ട് ധരിക്കുന്ന ആൾക്കാര് ചിലരുണ്ട് അല്ലെ. അപ്പം ഈ ഉപകാരം ആഗ്രഹിച്ചുകൊണ്ട് അന്യോന്യം ആരാണോ പരസ്പരം ഭജിക്കുന്നുവോ അവര് ശരിക്കും സ്വാർത്ഥത്തിന് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് അവരുടെ ഭജന അല്ലെ. ഈ ഉപകാരം തനിക്ക് കിട്ടുമല്ലോ എന്നുള്ള രീതി. ഇന്നത്തെ നമ്മളുടെ ഒക്കെ പ്രാകൃതമായിട്ടുള്ള ക്ഷേത്രാടനത്തെ പോലെ അല്ലെ. ഭഗവാന്റെ അടുത്തേക്ക് ചെന്ന് ഞാൻ എന്താ പറയുന്നത്? ഇന്നത് ചെയ്താൽ ഇന്നത് ഞാൻ വഴിപാട് കഴിച്ചോളാം. യഥാർത്ഥത്തിൽ സ്വാർത്ഥതയാണത്. അവിടെ ഭഗവാനെ കാണണമെന്നോ അതിനൊന്നും അല്ല. ഭഗവാന്റെ നിന്ന് എന്തെങ്കിലും കിട്ടാണ്ടെങ്കിൽ അത് മേടിക്കാൻ വേണ്ട. നമ്മളൊക്കെ അങ്ങനെയാണ് സത്യത്തില് അല്ലെ. ഭഗവാന്റെ അനുഗ്രഹം, എനിക്ക് ആ അനുഗ്രഹം മാത്രം മതി. എല്ലാരും പറയും ഈ അനുഗ്രഹം മാത്രം മതി എന്ന് പറയുന്നത്. അത് തന്നെ വലിയൊരു സ്വാർത്ഥതയാ. അത് തന്നെ വലിയൊരു സ്വാർത്ഥതയാ അത് ശരിക്ക്. അപ്പം ഇവിടെ അങ്ങനെയുള്ള ആൾക്കാര് അപ്പം അവരവർക്ക് പ്രയോജനം ഉണ്ടാകണമെന്ന് വിചാരിച്ചുകൊണ്ട് പരിശ്രമിക്കുന്നതിനാൽ അവര് അതില് ഒരു ലെവലേശം പോലും സ്നേഹം എന്നുള്ളൊരു കണിക അതിനകത്തില്ല, ആത്മാർത്ഥത അതിനകത്തില്ല. അതുകൊണ്ട് എന്തായി? അതുകൊണ്ട് അവിടെ ധർമ്മവും അവിടെ ഇല്ല എന്ന് പറയാം. എന്നാൽ അത്ര സൗഹൃദം ധർമ്മ, അവിടെ ഈ ഒരു സ്നേഹം സൗഹൃദം ഇല്ലാത്തത് കൊണ്ട് അവിടെ ധർമ്മവും അവിടെ ഇല്ല. അതുകൊണ്ട് അവര് സ്വന്തം കാര്യം കാണുവാൻ വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിക്കുന്നവരാണ് എന്ന് പറയാണ് അല്ലേ. സ്വന്തം കാര്യം, അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഭഗവാനെ കൂട്ടുപിടിക്കുക, അത്രേ ഉള്ളൂ. എന്നാ ഭഗവാൻ ഇന്ന് രാവിലെ പൂജ ഉണ്ടായോ? അതൊന്നും അന്വേഷിക്കുന്നില്ല.
തൻ്റെ കാര്യങ്ങളൊക്കെ നടക്കണം, അതിനു വേണ്ടിയിട്ട് വന്ന് സ്വാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന രീതിയിൽ ഉള്ള ആൾക്കാർ, അല്ലാതെ അന്യന് സൗഖ്യം ഉണ്ടാകണമെന്ന് ചിന്തിക്കുന്ന ഒരു മനോഭാവം ഉള്ള ആൾക്കാർ ഇന്ന് ഈ ലോകത്തിൽ ഇല്ല. ഹേ ഗോപികമാരെ ഭഗവാൻ ഉപദേശിക്കുകയാണ്. പിന്നെ പറയാണ്, പിന്നെ വേറൊരു രീതി പറഞ്ഞു, ഭജന്തി അഭജതോ ഏവൈ കരുണാപിതരോ യഥാ ധർമ്മോ നിരപവാദോത്ര സൗഹൃദം ജസുമധ്യമാഹ. ഹേ സുന്ദരിമാരായിട്ടുള്ള ഈ ഗോപികളെ, ഇനി അത് തന്നെയല്ല, തങ്ങളെ സേവിക്കാത്തവരെ അങ്ങോട്ട് സേവിക്കുന്നവര് അല്ലേ? ഇപ്പൊ നിങ്ങളെ പോലെ നിങ്ങൾ അങ്ങനെയല്ലേ ഇപ്പൊ എന്നെ ധരിച്ചിരിക്കുന്നത് അല്ലേ? ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നില്ല, നിങ്ങൾ എന്നെ ഇങ്ങനെ പൂർണ്ണമായിട്ട് സ്നേഹിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവര് എന്താണ്? കരുണാലുക്കളാകുന്നു, കരുണയുള്ളവരാകുന്നു. അവരുടെ സ്നേഹം എങ്ങനെയാണ്? ധർമ്മോ നിരപവാദോത്ര സൗഹൃദം സുമധ്യമ. കരുണം പിതരോ യഥ. അച്ഛൻ എങ്ങനെയാണോ മകനെ സ്നേഹിക്കുന്നത് അതേപോലെയാണ് അങ്ങനെയുള്ള ആൾക്കാർ അല്ലെ? മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നത് എങ്ങനെയാണോ ആ കാരുണ്യമാണ് അവരുടെ സ്നേഹത്തിന് ആധാരം എന്ന് പറയണം. അപ്പം സ്നേഹം തന്നെ പല വിധത്തിലുണ്ട് എന്നർത്ഥം. അപ്പൊ ഇതിലെന്താണ്? ഇതിന് ധർമ്മമുണ്ട്, മറ്റേതിൽ ധർമ്മം ഇല്ല. മറ്റേ ഇനി എത്രയൊക്കെ ആയാലും എന്താണ്, ഒരു ഉപകാരം കൊണ്ട് പ്രതീക്ഷിച്ചാണ് അല്ലെ നമ്മൾ ഗുരുവായൂർ പോവുക, കൊടുങ്ങല്ലൂർ പോവുക, ഹിമാലയത്തിലേക്ക് പോവുക, മഹാകുംഭത്തിൽ പോവുക ഇന്ന് അങ്ങനെയാ. മഹാകുംഭത്തിൽ എന്തിനാ പോകുന്നേ? എനിക്ക് അല്ലെ എൻ്റെ പാപങ്ങളൊക്കെ മാറി എനിക്ക് ശുദ്ധാകണം, അത്രേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അത് സ്വാർത്ഥതയാണത്, യാതൊരു സംശയമില്ല. അപ്പം ഇതല്ല വേണ്ടത്. പിന്നെന്താണ്? അന്യർക്ക് വേണ്ടിയിട്ട് ഒരു നേരം മനസ്സ് തുറന്നുകൊണ്ടൊന്ന് ജപിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതാണ് അച്ഛനമ്മമാര് മക്കൾക്ക് കൊടുക്കുന്നതായിട്ടുള്ള സ്നേഹം അല്ലേ? യാതൊന്നും നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടല്ല നമ്മളുടെ മക്കളെ നമ്മൾ സ്നേഹിക്കുന്നത്. അതുപോലെ അതില് നമുക്ക് ധർമ്മത്തെ കാണാൻ സാധിക്കും. അവിടെ സൗഹൃദവുമുണ്ട്, ധർമ്മവുമുണ്ട്. എന്നാൽ അവിടെ എന്താണ്? പ്രതിഫലേച്ഛ എന്നുള്ള ഒരു കണിക, അവിടെ മാലിന്യം അവിടെ തൊട്ട് നിന്നിട്ടില്ല. ഭജതോപി നവൈകേജ് ഭജന്തി അഭജത കുത ആത്മാരാമാഹ്യപ്തകാമ അകൃതജ്ഞാ ഗുരുദ്വഹ. എന്നാൽ പിന്നെ ഇനി 4 തരത്തിലുള്ള ആൾക്കാരുണ്ട് പിന്നെ അല്ലെ? ചിലര് തങ്ങളെ ഭജിക്കുന്നവരാണെങ്കിൽ കൂടി ഭജിക്കുന്നില്ല, തങ്ങളെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പോലും തിരിച്ചങ്ങോട്ട് ഇഷ്ടമില്ല. പിന്നെയോ ഭജിക്കാത്തവരെ അവര് പിന്നെ എങ്ങനെ ഭജിക്കും? അപ്പം അവിടെ യഥാർത്ഥത്തില് എങ്ങനെയാണ്? ആത്മാരാമന്മാര് എന്ന് പറയുവാണെങ്കിൽ ആത്മാരാമൻ, അതുപോലെ തന്നെ ആപ്തകാമൻ, അകൃതജ്ഞൻ, ഗുരുദ്രുഹ, ഇങ്ങനെ 3 തരത്തിലുള്ള ആത്മാരാമന്മാര്, ആപ്തകാമന്മാര്, അകൃതജ്ഞൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൃതജ്ഞതയില്ലാത്തവര്, സ്നേഹമില്ലാത്തവര്, പിന്നെ ഗുരുദ്രുഹ, ഗുരുദ്രോഹികള് എന്ന് പറയാം. അങ്ങനെയുള്ളവരാണ് ഈ തങ്ങളെ ഭജിക്കുന്നവരെ കൂടി ഭജിക്കാത്തവര്. അപ്പൊ ആത്മാവിൽ രമിച്ചുകൊണ്ടിരിക്കുന്നവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വന്തമെന്നോ അല്ലെങ്കിൽ അന്യമെന്നോ ഭേദമില്ല. അവിടെ അവർക്കൊന്നും അവരെ ബാധിക്കുന്നില്ല, അവർക്കെല്ലാം കണ്ണൻ തന്നെയാണ് അല്ലെ എന്നുള്ള ഇതാണ്. അങ്ങനെ സംബന്ധിച്ചിടത്തോളം അതിനാൽ അവര് ആരെയും ഭജിക്കാൻ വേണ്ടി പോകുന്നില്ല, ആരെയും ഭജിക്കാൻ പോകുന്നില്ല അവര്. അപ്പം ആപദകാമന്മാരെ കാമങ്ങളെല്ലാം സാധിച്ചവരാണ്. അവർക്ക് അതിന്റെ ആവശ്യമില്ല. ശരിക്ക് അവർക്കും വിഷയാശകൾ അല്പം പോലും അവരുടെ ഉള്ളിലില്ല. അതുകൊണ്ടും ആരെയും സേവിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്? ഭരതന്റെ മുമ്പില് ഭഗവാൻ അല്ലെ ഭദ്രകാളിയായിട്ട് പ്രത്യക്ഷപ്പെട്ടപ്പോഴും ഒരു നന്ദി വാക്ക് പറയാൻ പോലും ഭരതന് തോന്നാത്ത എന്തുകൊണ്ടാണ്? ഞാനും ഭദ്രകാളിയായിട്ട് എന്താ വ്യത്യാസമൊന്നുമില്ല. അതിന്റെ ഉള്ളിൽ നിൽക്കുന്നതും എൻ്റെ ഉള്ളിൽ നിൽക്കുന്നതും ഒന്ന് തന്നെ. അപ്പൊ പിന്നെ അവിടെ പ്രത്യേകിച്ച് ഒന്നും അവിടെ പറയാനില്ല എന്ന് പറയാണ്. അതാണ് ആത്മാരാമന്മാര്. അതുപോലെ തന്നെയോ ആപ്തകാമന്മാര്, കാമങ്ങളെല്ലാം സാധിച്ചവരെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ്. പിന്നെ ഉണ്ട് ഒരു ഇതേ വിഭാഗത്തിൽ തന്നെ പെടുത്താം. ആരാണ്? കൃതജ്ഞന്മാര് അല്ലെ? അകൃതജ്ഞ, കൃതജ്ഞതയില്ലാത്തവര്, ആരെയും സേവിക്കണ്ട അല്ലെ? ചെയ്ത ഉപകാരം സ്മരിക്കാത്തവരാണ് യഥാർത്ഥത്തില് കൃതജ്ഞന്മാര് എന്ന് പറയാണ്. അവര് കിട്ടിയ ഉപകാരത്തെ ഓർത്തെങ്കിലും അന്യരെ സേവിക്കുകയാണ് വേണ്ടതെങ്കിൽ, അല്ലെങ്കിൽ അവരെ അന്യരെയൊന്നും സേവിക്കുന്നില്ല. ഉപകാരം ചെയ്യുന്നവനാണ് യഥാർത്ഥത്തിൽ ആര്? ഗുരുനാഥൻ എന്ന് പറയുന്നത്. ഗുരുദ്രുഹ എന്ന് അവിടെ പറയുന്നുണ്ട്, ഗുരുദ്രോഹികള് എന്ന് പറയും. അപ്പം ഇങ്ങോട്ട് ഭജിച്ചിട്ടും തിരിച്ച് ഭജിക്കാത്തതായിട്ടുള്ള, തിരിച്ചെന്താണ് ഇനി ഭജിച്ചില്ലെങ്കിലും തിരിച്ച് ദുഃഖിപ്പിക്കുന്നതായിട്ടുള്ള
ഗുരുദ്രോഹികളുടെ കൂട്ടത്തിലാണ് ഒരു വിഭാഗം ആൾക്കാർ. അപ്പൊ ഇങ്ങനെ 3 തരത്തിലുള്ള സ്നേഹബന്ധങ്ങളെ കുറിച്ച് അവിടെ ആ ഭഗവാൻ ഗോപികൾമാർക്ക് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, നാഹം ദുസഖ്യോ ഭജതോ ബിജന്തൂൻ ഭജമ്യമീഷാമനുവൃത്തി വൃത്തയേ യഥാധനോ ലബ്ധധനേ വിനഷ്ടേ യച്ചിന്തയാന്യന്ന് ഭൃതോ നവേദ. ഏ സഖികളെ, ഞാൻ എന്നാൽ ഈ 3 തരത്തിലുള്ള ആളുകളിലും പെട്ടയാളല്ല ഞാൻ, അല്ലേ? ഞാൻ ഇവരിൽ ആരുമല്ല. ആരാണോ എന്നെ ഇന്ന് ഭജിക്കുന്നതായിട്ടുള്ള പ്രാണികളുടെ മനസ്സിൽ എന്നെ ഭജിക്കുന്നതായിട്ടുള്ള പ്രാണികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാണനുള്ളവരാണ് പ്രാണികൾ. അപ്പൊ എന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നതായിട്ടുള്ളവര് എന്റെ ധ്യാനം ഉറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നതിനാല് ഞാൻ അവരെ ഭജിക്കാതിരിക്കുകയാണ് യഥാർത്ഥത്തില്. ഞാൻ അവരെ ശല്യപ്പെടുത്താതിരിക്കുകയാണ് യഥാർത്ഥത്തില്. അപ്പം ധനമില്ലാത്തവന് ഒരിക്കൽ അധിക ധനം ലഭിക്കുകയും ഉടനെ എന്താണ്? ആ ധനം നശിക്കുകയും. അതാണ് യഥാധനോ ലബ്ധധനേ വിനഷ്ടേ തച്ചിന്തയാന്യെന്ന നിഭൃതോ നവേദ. നിഭൃതോ നവേദ. അനിഭൃതോ നവേദ എന്നവിടെ പറയുന്നത്. അപ്പം ഉടനെ ഈ അധിക ധനം ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷവും അത് പെട്ടെന്ന് ആ ധനം നശിക്കുമ്പോഴോ ചെയ്തു കഴിഞ്ഞാൽ നശിക്കുകയും ചെയ്താൽ അവൻ ആ ധനത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നതിനാൽ അവിടെ എന്താണ്? വിശപ്പും ദാഹവും കൂടി അറിയാതിരിക്കും എന്ന് പറയാണ്. അതുപോലെ ഒരിക്കൽ ദർശനം കിട്ടിയതായിട്ടുള്ള ഭക്തന്മാര് എൻ്റെ ദർശനം കിട്ടാതാകുമ്പോൾ എന്നെ തന്നെ സ്മരിച്ചുകൊണ്ടിരിക്കും. അതിനുവേണ്ടിയാണ് ഹേ ഗോപികളെ, നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഞാൻ വേഗം ഒന്ന് മറഞ്ഞ അതിനു വേണ്ടിയാണ്. നിങ്ങളുടെ ആ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള കണ്ണനെ ഇന്ന് പുറമേ എന്നെ കാണുമ്പോ നിങ്ങളുടെ ഉള്ളിൽ നിന്നും അത് വിട്ടു പോവാതിരിക്കണം. അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ മനസ്സിൽ പൂർണ്ണമായിട്ട് എനിക്ക് ഇരിക്കാൻ സാധിക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ അവിടുന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്നൊന്ന് മറഞ്ഞത്. ഏവം മദഗ്ധോജ്ജിതലോകവേദസ്വാനാം ഹിവോ മയി അനുവൃത്തയേ ബലാഹ മയാ പരോക്ഷം ഭജിതാതിരോഹിതം മാസൂയിതും മാർഹത തൽപ്രിയം പ്രിയാഹ. ഇങ്ങനെ നിങ്ങളുടെ മനസ്സ് എന്നിൽ തന്നെ ഉറയ്ക്കുവാൻ വേണ്ടിയിട്ട് ആണ് ഹേ ഗോപികമാരെ, നിങ്ങൾ എന്നെ കാണാത്ത വിധത്തിൽ നിങ്ങളുടെ വിലാപങ്ങളെല്ലാം ഞാൻ കേട്ടു സന്തോഷിച്ചുകൊണ്ട് ഞാൻ മറഞ്ഞു നിന്നതേ ഉള്ളൂ. അവിടെ ഞാനൊന്ന് മറഞ്ഞു നിന്നു. എനിക്കറിയണം നിങ്ങൾക്ക് എന്നെ എത്ര കണ്ട് നിങ്ങൾക്ക് എന്നിൽ സ്നേഹമുണ്ടെന്നുള്ളത് എനിക്കറിയണം. അപ്പൊ എന്നെ തന്നെ കൂടുതൽ നിറയ്ക്കണമെങ്കിൽ എന്ത് വേണം? എന്നെ പുറമേ കാണുന്ന എന്നെ മാറ്റിയാലേ പറ്റുള്ളൂ അവിടുന്ന്. അതുകൊണ്ട് നിങ്ങളില് എനിക്ക് പരമപ്രീതി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഞാൻ മാറിയത്. കാരണം എന്നെ പ്രാപിക്കണം എന്നുള്ള പരമമായിട്ടുള്ള ആ ഔത്സുക്യത്തോടുകൂടി നിങ്ങൾ എല്ലാ ശാസ്ത്രമര്യാദകളെയും, അല്ലെ, വേദമര്യാദകളെയും ബന്ധുവർഗത്തെയും എല്ലാം ഉപേക്ഷിച്ചു. അവിടെ ശാസ്ത്രവും ഇല്ല, ബന്ധുക്കളും ഇല്ല, ഒന്നുമില്ല, കണ്ണൻ മാത്രം, അല്ലെ, ഉപേക്ഷിച്ച് ഇങ്ങോട്ട് വന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഉള്ളിൽ നിറച്ചു തരേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട്. അതുകൊണ്ട് ഹേ അബലകളായിട്ടുള്ള ഹേ ഗോപികമാരെ, ഞാൻ നിങ്ങളിൽ നിന്ന് മറഞ്ഞിരിക്കുന്നു എന്നത് കാരണം നിങ്ങളുടെ പ്രിയനായിട്ടുള്ള എന്നോട് അസൂയ ഒരിക്കലും ഉണ്ടാകേണ്ടതായിട്ടില്ല. അവിടെ നപാരയേഹം നിരവധ്യ സംയുജാം സ്വസാധു കൃത്യം വിബുധായുഷാപിവ യാമാഭജൻ ദുർജരഗേഹ ശൃംഖലാഹ സംവൃശ്യ തദ്വഃ പ്രതിയാതു സാധുന. അതുകൊണ്ട് നിങ്ങള് ഈ കാമികമാരുടെ നിലയില് എന്നെ, അല്ലെ, സ്നേഹിച്ചു എന്ന് ബാഹ്യ ദൃഷ്ടികൾക്ക് തോന്നുന്നുവെങ്കിലും നിർമ്മലമായ ആ പ്രേമത്തോടുകൂടി നിർവ്യാജമായിക്കൊണ്ട് എന്നോട് ചേർന്നിരിക്കുകയാണെന്ന്, യാതൊരുവിധ മാലിന്യങ്ങളുമില്ലാതെ ഇതിന് പ്രത്യുപകാരം ചെയ്യുവാൻ വേണ്ടിയിട്ട് ആ ദേവന്മാരുടെ ആയുഷ്കാലം മുഴുവൻ കൊണ്ടും ഞാൻ ഒരിക്കലും ശക്തനല്ല. എന്തുകൊണ്ടാണ് യാമാഭജൻ ദുർജരഗേഹ ശൃംഖല സംവൃശ്യ തദ്വഃ പ്രതിയാതു സാധുനാ.
കുലസ്ത്രീകളായിട്ടുള്ള നിങ്ങള് ഈ ഇപ്പോഴുള്ള ലോകസുഖങ്ങളുടെ ഗൃഹരൂപമായിട്ടുള്ള സകല ചങ്ങലകളും അല്ലെ, ഇന്ന് ഗൃഹസ്ഥാശ്രമം എന്ന് പറയുന്ന ഒരു വലിയൊരു ചങ്ങലയാണ്. ആ ചങ്ങലകളെയും ഒക്കെ വേരോടെ മുറിച്ച് എന്നെ മാത്രം ഭജിച്ചവരാണ്. ആ ഭജനം അത് തന്നെ നിങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു പ്രത്യുപകാരമായിട്ട് നിങ്ങൾ അതിനെ കാണണം എന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കുന്നതോടുകൂടിയാണ് ആ അധ്യായം അവിടെ അവസാനിപ്പിക്കുന്നത്. അപ്പം ഇവിടെ കണ്ണൻ ഒന്ന് മറഞ്ഞു നിന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഗോപികളുടെ മുമ്പില് വീണ്ടും വീണ്ടും ആ ഹൃദയകമലത്തിൽ അല്ലെ കൂടുതൽ കൂടുതൽ സ്നേഹമുള്ളത് കൊണ്ടാണ് ആ ഹൃദയകമലത്തിൽ പൂർണ്ണമായിട്ട് ഗോപികളുടെ ഉള്ളില് നിറയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് കണ്ണൻ മാറി നിന്നത്. ഇത് തന്നെയാണ് നമ്മളെയും പഠിപ്പിക്കുന്ന പാഠം. നമുക്ക് എന്തെങ്കിലുമൊക്കെ ദുഃഖങ്ങള് ദുരിതങ്ങളൊക്കെ തരുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ ഭഗവതി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ശാസ്താവായിക്കോട്ടെ, അയ്യപ്പനായിക്കോട്ടെ, ധർമ്മദൈവമായിക്കോട്ടെ, അവരെ എന്നും നമ്മളുടെ മനസ്സിൽ നിറപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പരീക്ഷണമാണ് അതൊക്കെ. അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുക. ഓരോ പരീക്ഷണങ്ങളില് കണ്ണനെ കുറിച്ച് അല്ലെങ്കിൽ നമുക്ക് ഭഗവാനെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് ഇതുപോലെയുള്ള വലിയ വലിയ ദുഃഖങ്ങളാണ് തരുന്നതെങ്കിൽ ആ ദുഃഖങ്ങളെയൊക്കെ സ്വീകരിക്കുക. എന്തിനു വേണ്ടിയിട്ട്? ഇപ്പൊ ഗോപികൾക്ക് ഭഗവാൻ കൊടുത്തതായിട്ടുള്ള ഉപദേശത്തോടു കൂടി ഒക്കെ വരുവാൻ വേണ്ടിയിട്ട്. എന്തായാലും നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ അടുത്ത ദിവസം നമുക്ക് അനുസ്മരിക്കാം. ഇപ്പൊ നമുക്ക് ആ അധ്യായം പാരായണം ചെയ്യാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.